ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ അറസ്റ്റിലായ 4 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികളിൽ 2 പേർക്ക് IS ബന്ധമുണ്ട് എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഘം ആദ്യം ലക്ഷ്യമിട്ടത് ബംഗളൂരുവിലെ BJP ആസ്ഥാനത്ത് സ്ഫോടനം നടത്താനാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മാർച്ച് 1 ബംഗളൂരു വൈറ്റ്ഫീൽഡിലുള്ള രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 9 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിൽ അറസ്റ്റിലായ മുസഫിർ ഹുസൈൻ ഷാസിബ്, അബ്ദുൽ മത്തീൻ താഹ, മുനീർ അഹമ്മദ്, മുസമ്മിൽ ഷെരീഫ് എന്നിവർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ബംഗളൂരുവിലെ BJP ഓഫീസിൽ ബോംബ് സ്ഫോടനം നടത്താൻ ശ്രമിച്ചെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. അന്ന് ബോംബ് സ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ കൃത്യം നടത്താനാകാതെ പ്രതികൾ മടങ്ങി. പിന്നീടാണ് രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയതെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പ്രതികളിൽ 2 പേർക്ക് ISുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തി. ഡാർക്ക് വെബിലൂടെയാണ് പ്രതികൾ വ്യാജ ID ഉണ്ടാക്കിയത്. ഇന്ത്യൻ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും വ്യാജ പേരിൽ ഉണ്ടാക്കിയാണ് പ്രതികൾ പണമിടപാട് നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 24 ബംഗളൂരു.